ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം തൽക്കാലം നമുക്ക് എല്ലാവർക്കും ബാൻ ആയതുകൊണ്ടും സിറ്റിയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടും നമ്മൾ ഈ വട്ടത്തെ ഈ റിക്രൂട്ട്മെൻറ്റ് അനൗൺസ്മെൻറ്റ് ഡിസ്കോഡിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് എല്ലാവരും എത്തിയോ നമ്മുടെ പിള്ളേരെല്ലാം എത്തിയോ? വരാണ്ടോ? ഇല്ല, വേറെ വീസി താഴത്തെ വീസിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ നോക്കിയോ? അല്ല കിണ്ടിയിടവനെയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മള് ശരി ടി വി റെഡ്മോൺ എടേ നിങ്ങൾ ഗസ് ചെയ്യണം. നമ്മൾ എന്തായാലും പറയില്ലേ, ഇനിയിപ്പോ എന്ത് ഗസ് ചെയ്യാൻ, എന്തിനു നമ്മൾ പറയാൻ പോകും, ഇനിയിപ്പോ എന്തിനു ഗസ് ചെയ്യാൻ? അലക്സാണ്ടർ ഒന്നും അല്ല, കുക്കുവാ നിന്നെയൊക്കെ. എന്താടാ അപ്പൊ ടി വി അപ്പാപ്പനാ എടേ എന്തിനാ നിനക്കൊക്കെ എന്തൊരു പ്രശ്നം? ടി വി തൊപ്പി ലൂക്ക് ആന്റണി അല്ല, ഞാൻ പറയാം, സിയോൺ സിറ്റിയില് അല്ല കൊറേ നാളായിട്ട് എടാ അമ്പത്തൂര് ഈ വി സി ജോയിൻ ചെയ്യുമ്പോ ഈ അണ്ടി പ്ലേ ആവണ സാധനം എടുത്ത് ഓഫ് ചെയ്തിട്ട് ഇനി വി സി വരാം. ഇനി ആ ശബ്ദം കേട്ടാ ഇനി നിന്നെ ആയിരിക്കും ആദ്യം കണ്ടുന്നത്. നമ്മളെ മിക്കവാറും എല്ലാ ദിവസവും നിന്നെ കണ്ടിട്ട് കുറെ നാളായി. അതല്ല എടാ സക്കീർ, നീ ഒന്ന് സംസാരിച്ചടാ. സക്കീർ ഇവൻ പി സി എന്ന് വരുമ്പോഴേ ഇപ്പൊ ജോക്കി സംസാരിക്കണ പോലെയാണ് ഇവന്റെ ശബ്ദം. ഇവന്റെ ആദം സാപ്പിളൊക്കെ വളർന്ന് അവന്റെ ആപ്പിളുള്ളത് നമുക്കറിയാം. തൊണ്ടയില മറ്റേ ആദം അതന്നെ പറഞ്ഞ നീ എന്ത് നമ്മള് വേറെ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അപ്പൊ നമ്മള് വളരെ നാൾക്ക് ശേഷം നമ്മുടെ മനയിലേക്ക് ഒരു അതിഥി വരാൻ പോവാണ്. അതിഥി പക്ഷെ ഈ അതിഥിക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് RP എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കുറേ RP എല്ലാ എക്സ്പീരിയൻസ്, ഗൺ പവർ ഉണ്ട്, അത്യാവശ്യം നല്ല ഗൺ പവർ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ RPയിലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നിട്ടുള്ള ആളാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടൈമിൽ ഇത് ചെയ്യണം എന്ന് തോന്നി. സോ വി ആർ വെൽക്കമിങ് KVA അമ്മുക്കുട്ടി ടു TVA as TVA വില്ലൻ. വില്ലൻ ബ്രോ, വെൽക്കം ടു TVA. My life, my rules, my style, my attitude. You love me or hate me, I don't care. ബ്രോ, വെൽക്കം ടു TVA. വെൽക്കം ടു TVA. താങ്ക് യു. അപ്പം അല്ല അമ്മ പറഞ്ഞാലൊരു കാര്യോടെ പറയണ്ട, അമ്മുക്കുട്ടി അല്ല. അമ്മുക്കുട്ടി അല്ല, ഞാൻ പറഞ്ഞത് വി ആർ വെൽക്കമിങ് KVA അമ്മുക്കുട്ടി ടു TVA as TVA വില്ലൻ എന്നാ പറഞ്ഞേ. വില്ലൻ ബ്രോ ഇവിടെ TVA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TVA വില്ലൻ എന്നുള്ള രീതിയിലത്തെ ഒരു മെയിൽ ക്യാരക്ടർ ആയിരിക്കും കളിക്കുന്നത്. അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ സിറ്റിസൺ ആയിട്ട് കളിക്കും. ഓക്കെ, സിറ്റിസൺ ആയിട്ട് കളിക്കും അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ. അല്ലാതെ ഈ പറയണത് പോലെ TVA നമ്മൾ ഓൾറെഡി ഗേൾ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് വില്ലൻ ബ്രോ മെയിൽ ക്യാരക്ടറായിട്ട് തന്നെ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, ഈ റിക്രൂട്ട്മെന്റ് ഒരിക്കലും ഇനാക്ടിവിറ്റി എന്നൊരു കാര്യം നിങ്ങൾ ഒരിക്കലും പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പുള്ളി RP നിർത്തിയിട്ട് ഒരു വർഷം ആവുന്നില്ലേ വില്ലൻ ബ്രോ? ഒരു വർഷം ആറല്ലേ? ഒരു വർഷമായി RP നിർത്തിയിട്ട്. ഒരു വർഷമായിട്ട് RP നിർത്തിയിട്ടും ഈ പറയണത് പോലെ ആ ചാനല് ആക്റ്റീവായിട്ട് ഈ പറയുന്ന PUBGയും ബാക്കി എല്ലാ സ്ട്രീമും ഇതൊക്കെ ചെയ്ത് ഒരു വർഷമായിട്ട് ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഹാർഡ് വർക്കും എഫേർട്ടിനും ഒക്കെ നമ്മളൊരു വാല്യൂ കൊടുത്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ആൻഡ് വില്ലൻ ബ്രോ, വെൽക്കം ടു TVA. എന്താണ് പറയാനുള്ളത്? പറയാൻ എന്താണുള്ളത് ഞാൻ എന്താ പറയാൻ ഇനി?
ഇനി പറയാനുള്ളല്ലേ നീ പറഞ്ഞില്ലേ? എന്നാലും നമ്മള് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇനി വില്ലൻ ബ്രോ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സത്യം പറഞ്ഞാൽ എല്ലാരും എനിക്ക് RP കളിക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് എനിക്ക് പറ്റുന്നില്ല, സീരിയസ്ലി പറ്റുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ പിന്നെ വേറെ മാർഗം എന്ന് പറഞ്ഞാൽ മെയിൽ ക്യാരക്ടറായിട്ട് വരിക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു അമ്മുക്കുട്ടി എന്ന് പറഞ്ഞ വേറൊരു ക്യാരക്ടർ അല്ലാണ്ട് വേറൊരു ഗേൾ ക്യാരക്ടർ കളിക്കാനും താല്പര്യമില്ല. അപ്പം അവൻ ഇന്നലെയാണ് എന്നെ സത്യം പറഞ്ഞ ഈഗിൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ ഏതെങ്കിലും ഒരു മെയിൽ ക്യാരക്ടറായിട്ട് തന്നെ കയറാം, അങ്ങനെ നോക്കാന്ന് ഓർത്തു. ഞാൻ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞത്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ലൈക്ക് ഇന്നലത്തെ PUBG ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കങ്ങ് പൊട്ടി, എനിക്കങ്ങ് കേറി കേറിയപ്പോഴത്തേക്കിന് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളെ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഗ്യാങ്ങില് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കിന് ഞാൻ രാത്രി തന്നെ സംസാരിച്ചിട്ട് ഇതാക്കിയതാണ്. മിന്നി അങ്ങനെ മുതുക്കളുടെ എണ്ണം 2 ആയി. താങ്ക് യു. 3 ഇത് സത്യം പറഞ്ഞാൽ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റേ ഇതാവും കേട്ടോ. നമ്മള് വയസ്സാകുമ്പോ ആൾക്കാരെ കൊണ്ടാക്കുമല്ലോ, സ്വാതന്ത്ര്യ സദനം വൃദ്ധസദനാക്കി കൊണ്ടിരിക്കുക. ഈകളപ്പൊ ഒരു കാര്യം കേട്ടോ, വിലപ്പം ആ ക്യാരക്ടർ തന്നെ ആയിരിക്കോ? വില്ലനായിട്ട് അത് പുള്ളി ഒരു വില്ലൻ. ഓ വിഷയം ബ്രോ, കൺഗ്രാറ്റ്സ്, അടിപൊളി. വില്ലംബ്രോയുടെ ചാറ്റിൽ ഫസ്റ്റ് ടോക്സിക് കമന്റുകൾ ഒരുപാട് വരും. നെവർ മൈൻഡ് വില്ലംബ്രോ, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ സൈഡിൽ നിന്നും പറയാനുള്ളതാണ്. ആൻഡ് ഒരു കാര്യം ഗൈസ്, നമ്മൾ ഓൾറെഡി ഇത് വില്ലംബ്രോ ബ്രാവോടൊക്കെ സംസാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അവരുടെ അടുത്തൊക്കെ കാര്യം ഇൻഫോം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ വില്ലംബ്രോയ്ക്ക് അവിടെ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരുടെ അടുത്തെല്ലാം കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ ഒരു കുഴപ്പമില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. അതില് ഇനി അവിടെ ഞാൻ ഓൾറെഡി ബ്രാവോട് സംസാരിച്ചാണ്. ഞാൻ ഓൾറെഡി ബ്രാവോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് കാര്യങ്ങള്. അപ്പൊ വിഷയമല്ലേ? അപ്പൊ ഓൾറെഡി സംസാരിച്ച് സെറ്റ് ആക്കിയിട്ടാണ് ഇവിടോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ലൈക്ക് ഇതിന്റെ ഇടയ്ക്ക് ബ്രെയിൻഡഡ് ആയിട്ടുള്ള കുറച്ച് വ്യൂവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ലൈക്ക് ഈ പറയണ പോലെ വില്ലംബ്രോയുടെ അതിനകത്താണേലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് വരും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അത് മൈൻഡ് പോലും ചെയ്യണില്ല. ലൈക്ക് പപ്പടത്തിന്റെ കേസിലാണെങ്കിലും നമ്മൾ കുറെ ഇത് കണ്ടതാണ്. പക്ഷെ അതുപോലെ അല്ല ഇത് ആക്ച്വലി എല്ലാം പറഞ്ഞ് അവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. ഓക്കെ, അപ്പൊ വിഷയം ഇതാരാ ഇപ്പൊ ഈ വിഷയം പറഞ്ഞ തരാല്ലോ. എന്നെ കിണ്ടിയുടെ അടുത്തത് അത് വില്ലംബ്രോയുടെ കാര്യം പറഞ്ഞതുപോലെ ലാസ്റ്റ് ഇപ്പൊ RP കളിച്ചിട്ട് 1 വർഷമായി എന്നുള്ളൊരു രീതിയിൽ പറയേണ്ട ഒരു പ്ലെയർ ആണ് അത്. ഞാനും ഇത്തരം വില്ലംബ്രോ കയറിക്കോളാം, ഇനി വിഷയമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാബു വില്ലംബ്രോ, മെന്നി, പിത്തല്, ജോക്കി എല്ലാവരും തന്ത വൈവായിരുന്നപ്പോ റബലിനെ എന്താ മാറ്റി നിർത്തിയേ? റബ്ബന്റെ പേര് പറഞ്ഞ ഉണ്ട്. അവനെ എങ്ങനെ ഞാൻ പിഞ്ച് പയ്യൻ. സരക്കണ ഇതിനെല്ലാം കാരണം എന്തെന്നറിയാവോ? My life, my rules, my style, my attitude. You love me or hate me, I don't care. ഈകളെ പിന്നീടൊക്കെ ജോലി എന്താ പറയാ, വെറുതെ ഇരിക്കുമ്പോ വീഡിയോ കോൾ ചെയ്ത് കഷം കാണിച്ചു തരാം. എന്നെ വിളിച്ചിട്ട് ചോദിക്കണേ എന്തിനാടാന്ന് വെച്ചിട്ട് വിളിച്ചിട്ട് കഷം കാണിച്ചിരുന്നു.
ചരിഞ്ഞു കിടന്നു. അല്ല ഈഗിൾ ബ്രോ എന്ത് ചെയ്തു? ഈഗിൾ ബ്രോക്ക് കശം കാണിച്ചെന്നോ? ഇത് തന്നെ പരിപാടി. എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാനേ പൊക്കിൾ കാണിച്ചു കൊടുത്ത ആള് കട്ടി ഒരു ഓടി. ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞേ എനിക്കോ പറ്റിയില്ല, എന്നാ പിന്നെ നീ കൂടാതെ പറഞ്ഞിട്ട് പൊക്കിൾ ഒടിച്ചു കൊടുക്കാം. ഇവിടെ പറയട്ടെ, ടിവിയെ തന്തമായി അധോലോകമെന്ന്. മറ്റവൻ പോയപ്പോ തൊട്ട് അത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തന്തവൈബ്. പിന്നെ എനിക്കിനി 4 വർഷം ഇവിടെ, റിബലിന് 3 വർഷം ഇവിടെ. അയ്യോ ഞാൻ റബലിനെ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ കണ്ടപ്പോ എനിക്ക് 27 വയസ്സാണ്. 30 വയസ്സ് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ പിള്ളേരായാലും കല്യാണം കഴിഞ്ഞവരൊക്കെ തന്തവൈബ് തന്നെയാണ്. ഈഗിൾ അങ്ങനെയാണെന്നാ ഉദ്ദേശിച്ചേ. ബ്രോയൊക്കെ 30 വയസ്സായിട്ട് കൊച്ചിനുണ്ടാക്കാത്ത നമ്മുടെ മിസ്റ്റേക്ക് ആണോ? അവർക്ക് അതിന്റെ പ്ലാൻ ഉണ്ടാവും. അതൊന്നും പറയാം. എന്റെ പ്ലാൻ നേരത്തെ ആയിരുന്നു, അവരുടെ പ്ലാൻ പിന്നീടാണ്. ഇതൊക്കെ പ്ലാന്റെ കാര്യങ്ങളാണ്. അല്ല പിന്നെയാണ് അല്ല കൊച്ചിനെ ഉണ്ടാക്കുന്നതും. ബാബുന് ഈഗോ ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇന്നലെ ട്രിക്കി എന്താ പറഞ്ഞപ്പോ നീ ബ്രേക്കപ്പ് ആയവനല്ലേ, നീ മിണ്ടായിരിക്കുന്നു. അവനൊക്കെ മനസ്സിലായിട്ടില്ലാതായിക്കോളും. ഒരു മണിക്കൂറത്തെ വൃദ്ധാശ്രമം അല്ല പിന്നെയാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലെന്നാ ഉദ്ദേശിച്ചത്. നീയും തന്തവൈബ് തന്നെ, നിന്നെ കെട്ടാ കഴിഞ്ഞാട്ടാ കൊള്ളാലൊന്നില്ല. കാരണം ചേട്ടാ ഞാനൊക്കെ ഇപ്പഴും പിള്ളേര് വൈബാണ്, പിള്ളേര് വൈബ്. സത്യം. അല്ലാതെ നമ്മളൊന്ന് പറഞ്ഞാൽ മറ്റേ കുഞ്ഞമ്മ കൊച്ചച്ഛൻ നമ്മൾ ആരെയും വിളിക്കാറില്ല. നമ്മള് ക്ഷമിക്കാൻ റെഡി ആയിട്ടുള്ള കൊച്ചു പയ്യന്മാരാണ്. ഒരു കാര്യം പറ, ഇവിടെ പ്രായത്തിൽ മൂത്താണെങ്കിൽ ഏറ്റവും കൊച്ചുള്ളവരെ പോലെയുള്ള ഞാനാണ്. ഞാൻ വിളിച്ച് കഷം കാണിച്ചത്. നമുക്ക് നാണക്കെ വലിയ കുഴപ്പമില്ല. വേറെ നാണക്കേട് 30+ എന്നാണ് കേട്ടാ, 18 അല്ലേ. നിങ്ങളൊക്കെ ഇടുമ്പോ അവരെ ഇട്ടാ തീരെ കേട്ടാ. പിന്നെ വില്ലത്തി പിത്തൽജി ജോക്കിയൊക്കെ വരുമ്പോ 30+ ലൈഫ്സ് എന്ന് പറഞ്ഞ ഇടണം. അത് നിർബന്ധമാണ്. വില്യം ബ്രോന്റെ അടുത്ത് എത്ര നാളും പറഞ്ഞ അമ്മക്കുട്ടൻ പേരിട്ട് സിറ്റി കയറി. അമ്മുക്കുട്ടനാ കഴിഞ്ഞ മാസം ഷർപ്പത്തിന്റെ കുറവുകൂടെ ഉള്ളൂ. ഇത് പറയണമെന്ന് തോന്നി. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഇന്നലെ വില്ലംബ്രോയുടെ അടുത്ത് ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്തപ്പോ എന്റെ അടുത്ത് ആദ്യം പറയാണ്, എടാ ഇല്ലടാ ഞാനില്ല, ഞാൻ സമാധാനത്തോടെ ഇപ്പൊ ഇതായിട്ട് പോവാ. ഇപ്പൊ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എനിക്ക് കുറെ ഹെയ്റ്റ് ഒക്കെ വരും, എനിക്ക് അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. എനിക്ക് വലിയ ശരീരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പിഞ്ച് മനസ്സാണ്, എനിക്ക് പെട്ടെന്ന് വിഷമമാവും. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പോയി എന്റെ ദിവസം പോക്കാണ്. അതുകൊണ്ട് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ അതെന്തായാലും വരും. 50 ഐഡി മാറി വന്നിട്ടിട്ടു. സത്യം അത് വില്യം ബ്രോ അക്സെപ്റ്റ് ചെയ്തില്ലേ? അത് വിഷമാവുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ടി.വി. സനീഷ്, അത് കൊള്ളാല്ലേ? സനീഷ് സനി അല്ല TV 5.5 കണ്ടി. അത് നിന്റെ ബാബു പോലെ ഉണ്ട്. അതുകൊണ്ട് നീ നിന്റെ പേര് അങ്ങനെ മസിലിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഞെരുക്കും നിന്നെ, ഇങ്ങനെ നിനക്ക് ശ്വാസം പോലെ ഇങ്ങനെ വെച്ച് വീഴും ഒരു സൈഡിലോട്ട്. ഇന്നലെ അവരുടെ സ്റ്റോറി ഉണ്ടോ? ഒരു ഇറച്ചിക്കടയുടെ സ്റ്റോറി ഉണ്ടോ? ഇറച്ചിക്കട ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ എന്റെ കശത്ത് ഞെക്കി വിട്ടാണ്. ഏകദേശം എന്റെ ബൈസിപ്സിന്റെ ഈ ഒരു സൈസ് വരുമ്പോൾ കൈയൊക്കെ മനസ്സിലായാ നിനക്കൊക്കെ? അതെന്തിര് എന്റെ തൊട ചേർത്ത് വെച്ചിട്ട് പിന്നെ വേറെ വല്ലോട്ടെ അതോടെ വെച്ചോ. വ്യത്യാസം വരുത്തില്ല. ഇവിടെ അമ്മുക്കുട്ടിയും കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനിടയ്ക്ക് ചാറ്റിലെടുത്ത് വന്നിട്ട് ദാമു ഇസ് മെച്യൂർ ഗൈസ്, റിയലി മെച്യൂർഡ് എന്ന്. അവന്റെ അക്കൗണ്ട് സെക്കൻഡ് അക്കൗണ്ട്. പെണ്ണാരടാ DP? ഇതൊരു ഹിന്ദിക്കാരി ഡ്രസ് കൊണ്ടാണ്. 18+ ഇട്ടിട്ടാണ് അവനാകെ 17 നിട്ട്. അത് സത്യം. അതെങ്ങനെയാ? എനിക്ക് മനസ്സിലായിട്ടില്ല ആ ലോജിക്ക്. നീ എങ്ങനെ 18+ വിടും? 18 വയസ്സിന് മുകളിലവരെ ഈ ലൈവ് കാണാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. 18 വയസ്സുണ്ടെന്നല്ല. സംസാരം വൃദ്ധ ആശ്രാലയൊന്നും അതാണ് പറഞ്ഞ വൃദ്ധാശ്രമം ഒന്നും. അയ്യോ
വിഷയം അപ്പൊ അല്ല മറ്റേതില്ലേ അപ്പൊ റാഗിംഗ് ഇല്ലേ? അതല്ല റിക്രൂട്ട്മെന്റ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഗ്രൂപ്പിൽ എന്റെ അടുത്ത് ദാമ വന്നിട്ട് ചോദിക്കുക ആരാണ് ഈഗിൾ ബ്രോ പുതിയ അത് പറയണോ? ഞങ്ങള് പറഞ്ഞു മാസ് ഇറ്റാച്ചി ആണെന്ന്. അപ്പൊ തൊട്ട് ദാമു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ലെഫ്റ്റ് ആവാൻ വേണ്ടി നിക്കണായിരുന്നു. സമാധാനം വേണം, മനസ്സിലായോ? എനിക്ക് അത്രല്ലേ ഉള്ളു. ഞാനേ അത് ഗ്രൂപ്പ് ഞാൻ വന്ന ഓക്കെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടില്ല. അപ്പോഴാണ് നീ ഇറ്റാച്ചി എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ നേരെ ഡിസ്കോഡ് കയറിയിട്ട് മെന്നി എടുത്തിട്ട് കളിക്കാൻ വേല കളിക്കാൻ പറഞ്ഞപ്പോഴേക്ക് വന്നത്. അയ്യോ ഇജാതെയൊക്കെ ആരോടും പറഞ്ഞില്ല ഗൈസ്. ഈ റിക്രൂട്ട്മെന്റ് കാര്യം ഞാനും റിബലും മാത്രമാണ് ഇന്നലെ രാത്രി ഇതുപോലെ സംസാരിച്ചത്. പിന്നെ ബാബുവിന്റെ അടുത്തും ചന്ദ്രന്റെ അടുത്തും പറഞ്ഞ് നേരെ VC വിളിച്ച് ബാക്കി എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു. വേറെ പിന്നെ ഈ എണ്ണാമണി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവനെ അറിയായിരുന്നു, മാമൻ അറിയായിരുന്നു. അപ്പം V1 ജോക്കി എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. പുള്ളി ഇപ്പൊ ഗെയിമിൽ ഒന്നും വരുന്നില്ല. പുള്ളിതായിട്ടുള്ള കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഗെയിമിലൊന്നും വരുന്നില്ല. പിന്നെ എങ്ങനെ ലൈവ് ഇടാൻ വേണ്ടി പറയും? കണ്ണൻ ചേട്ടന്റെ സൗണ്ട് കുറവാ. ഇത്തൽജി അപ്പൊ തിരിച്ച് കിണ്ടി അതും എടുത്താ എന്തിനാണ് ആക്റ്റീവ് ആകുമ്പോ ഇതൊരു അല്ല അന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എന്നെ ഇപ്പൊ മാറ്റണ്ടാ, ഞാൻ ഈ ആഴ്ച ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആണെന്ന് കണ്ണൻ ചേട്ടത്തെ ഓൾറെഡി പറഞ്ഞു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ആക്റ്റീവ്. അതാ നല്ലത്. എന്തായാലും ഇനിയിപ്പോ അധികം ഒരുപാട് സമയം അതാണ് നല്ലത്. 20 ദിവസം ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. അതെ ജൂനിയർ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന. ഞാനും 20 ദിവസം കഴിഞ്ഞ് ടെൻഷനാണ് എനിക്ക്. എന്തിന് മിന്നണം പ്രസവിക്കോ? ടെൻഷൻ ഇല്ല ഇവിടെ. ഒരു പണി വെറുതെ ചൊറിഞ്ഞിരിക്കുന്നത് ടെൻഷൻ കാര്യം അറിയാമോ? അത്യാവശ്യമായിട്ട് ഇതായിരിക്കാണ് വിളിച്ചത്. മെന്നണ്ണനെ 2-3 പ്രാവശ്യം എന്റെ അടുത്ത് വെച്ച് ഈ കൊച്ചിനെ വളർത്തുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂടാ, ഇത് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിച്ച് പാടാണെന്ന് പറയുമ്പോഴൊക്കെ ഫോൺ വെച്ചിട്ട് പോകും. പുല്ല് അതൊരു 10-15 സമയത്താണ് വിളിക്കുന്നത് എല്ലാ ദിവസവും. 11-12 വേണം സ്ഥിരം കോൾ പറയുന്നത് ബാബുവിന്. എന്തോ എന്നെ വേറെ പറഞ്ഞായിരുന്ന ആളെ പേര് ഞാൻ പറഞ്ഞേട്ടാ. ആളെ പേരെന്നല്ല എന്നെ വിളിച്ചിരിക്കണേട്ടാ. ചേട്ടാ ഈ ഹോസ്പിറ്റലൊക്കെ നല്ല കാശാവോ? ചന്ദ്ര ഇടയ്ക്ക് ഒരു റീൽസ് അയക്കുന്ന ഒരു കുഞ്ഞിക്കാലെ കാണണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാലം അയച്ചു കൊടുത്തു. ദുബായി പോയി കഴിഞ്ഞാൽ ജെൻഡർ റിവീലൊക്കെ നടക്കുമെന്ന് വെച്ചിട്ട് പോയതാണ്. ചേട്ടാ എനിക്ക് വേണ്ടി അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ. അല്ല ഇത് ഇപ്പൊ പറയാൻ ശരിയാവില്ല. ഈഗിൾ ബ്രോയ്ക്ക് വേണ്ടി അല്ലാതെ പല കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയല്ല, പലരോടും ബാബു പലരോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ വില്ലംബ്രോ ഫേസ് ക്യാം റിവീലിലൂടെയാണ് വില്ലംബ്രോയുടെ ഇന്നത്തെ ടാസ്ക് തുടങ്ങുന്നത്. സാധാരണ ഞാനിപ്പോ ഫുഡ് ഫുഡ് മാറ്റി വെക്കണം. വലിയ കാര്യമാണ് ചെറിയ നമ്മള് കുറച്ച് ടാസ്കുകളൊക്കെ തരും. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ എന്താണ് റാഗിങ് ഉണ്ട്. ഇതെല്ലാവരും കൊണ്ട് കളിക്കാറാണ് പതിവ്. സത്യം നമ്മളെ ഇൻ ഗെയിമിലാണെങ്കിൽ ഞാൻ കൈ എഴുതിയതായിരുന്നു. TV അമ്മുക്കുട്ടൻ ഹെഡ്സെറ്റ് പിടിച്ചിട്ട് എനിക്ക് ഐഡിയ ഉണ്ട്. ക്യാമറ ഇവിടെ ബ്രോ കയ്യിലെ ഇടയിൽ മുട്ട വെച്ച് പൊട്ടിക്കണം. ഓ നമുക്ക് ടാസ്ക് കൊടുക്കാം. നല്ല രസമുണ്ട് എന്നെ കാണാൻ. മസിൽ ഒന്നും പറഞ്ഞ ആള് ഇത് കേട്ടാണ്. മറ്റേ ഫുൾ കോളർ കിടമ്പ്. ബാബു ബാബുവിന്റെ ഫിൽറ്റർ ഞാൻ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ എന്റേതായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാവുന്ന ഇതെന്താ
ചന്ദ്ര ഇതൊക്കെ എടാ നമ്മളൊക്കെ കുറഞ്ഞത് ക്യാമറയുടെ ചന്ദ്ര നീ കിട്ടിയ ക്യാമറ വാങ്ങിച്ചിട്ടില്ലേ ഓണാക്കങ്ങ് ചന്ദ്ര അച്ഛനായോ ക്യാമറ ഓണാക്കണ. ചന്ദ്ര ഒരു ലൈറ്റ് വാങ്ങിച്ചു അതിപ്പോ നീ ഉണ്ടാ പക്ഷെ വരുന്നില്ല കറങ്ങുന്നത്. ലൈറ്റ് കാണണം നീ. എടാ നീ അഭിനയിക്കല്ലേടാ, ചന്ദ്ര ക്യാമറ ഓണാക്ക്. നമ്മള് OBS ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി കേട്ടോ. കാലം ഓ എന്നെ കാണാൻ വിഷയമല്ലേ, എന്ത് ഭംഗി. ഇപ്പൊ കണ്ടാ എനിക്ക് ഇപ്പഴും ഓർമ്മ വന്നു. എന്ത് ആ തലമുടി ഇപ്പൊ കാണുന്ന അതേ സാധനം ഞാൻ കണ്ട അവിടെ. അതൊക്കെ ചന്ദ്രൻ ആ, വിക്രംജി mute ചെയ്ത് ചന്ദ്രക്ക് ഇരുന്ന് ചന്ദ്രനെ പറയുന്നുണ്ട് നോക്കിയേ. ഓഹ് എന്റെ അമ്മോ. അളിയന് ക്യാമറ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അളിയന് ലൈറ്റ് സെറ്റ് ചെയ്ത് ഇപ്പോഴും അറിഞ്ഞൂടാ. അതെ, 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 ഞാൻ അതെ. പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ടാന്ന്. ഇപ്പൊ ഇത് മൂഞ്ചിക്കൊണ്ടിരിക്കണ വീണ്ടും 10,000 അടുത്ത് ലൈറ്റ് വാങ്ങിച്ചിട്ട് മുഖത്തടിച്ചോണ്ടിരിക്കണവൻ. ചന്ദ്രൻ നിനക്ക് സുഖമല്ലടാ. കോണ്ണ ഭയങ്കര എടാ ടിവിയെ കുഞ്ഞിക്കമ്പി കുഞ്ഞിക്കമ്പി. എടേ ബാക്കി ഇതൊക്കെ ട്രിക്ക് ഓണാക്കടാ, ഗുലാനെ ഓണാക്കടാ. ക്യാമില്ല എന്റെ ക്യാമറ അടിച്ചു പോയി മഴയത്ത്. മഴയത്താ ഒത്തിരി ഉണക്കാൻ കൊണ്ട് വെച്ചിരുന്നു. എന്തോ വെള്ളം വീണിട്ടുണ്ട് ക്യാമറയില്. സംഭവം വേറെ എന്തിനാണ് കേട്ടാ, മഴയൊന്നും അല്ല നനച്ചത്. നിന്നെയാണോ മീശ പിരിക്കും തന്നെയാണോ? കണ്ടൻസ്ഡ് മിൽക്ക് ഓ, സഖ്യ, മിൽക്ക് ഓ, വിടുന്ന സഖ്യ കേട്ടാ ബാക്കി പിന്നെ വന്നിട്ട് അനങ്ങണൊക്കെ. അണ്ണോ അത് പിന്നെ എന്താടാ എടാ ഞാൻ ഒരു കാര്യം പറയടാ, നിങ്ങൾ വിചാരിക്കണ സക്കീർ അല്ല, സക്കീർ ഒരുപാട് മാറി. ഒമേഗിൾ പട്ടി വന്നോ, ഒമേഗിൾ പട്ടി. സിസ്റ്റം കാണിച്ചാ വന്നതാ നീ. സിസ്റ്റം കാണിച്ചോ ഉണ്ട് നിന്റെ സിസ്റ്റം ഉണ്ടായി. ടിവിയിലെ ഫസ്റ്റ് ഗേളാണോ? ഗേൾ ക്യാരക്ടറായിട്ടല്ല ബ്രോ കളിക്കണേ, ഗേൾ ക്യാരക്ടറായിട്ടല്ല കളിക്കുന്നത്. ടിവിയെ വില്ലൻ. റൂം കണ്ട എങ്ങനെയുണ്ട്? നീ എന്താ ചുണ്ടടിക്കണായിരുന്നു? ലിബാ വിട്ടാ നീ ഇപ്പൊ? ലിപ്സ്റ്റിക് ഇല്ല. ഇട്ടില്ല. ഫിൽട്ടർ നീ താളം വിടാതെ ക്യാമറ ഓണാക്കുന്നവന്മാര് സംസാരിച്ചാൽ മതി ഇവിടെ. ഇരിക്കുന്നു. ക്യാമറ ഓണാക്കുന്നവന്മാര് മാത്രം സംസാരിച്ചാൽ മതി. സംസാരിച്ചാ മതി. ഓ ചൊറിയാണ്. ഓ ചൊറി. കെവിന് നടക്കണം. നീ കാശ് വന്നൊരു ചൊറയല്ലേ മതി. ഇതിന്റെ Please, മോനെ ഇത് പറയത്തുള്ളൂ. ചുമ്മാ ഇരി. ആദ്യമായിട്ടാണ് എന്നെ റോബലെ ഈകളെ കണ്ട നോർമലായിട്ട് ഇരിക്കുന്നത്. എത്ര വട്ടം കണ്ടിരിക്കുന്നത്? അത് നിങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങിയവര്. മെന്നാണനെ പക്ഷെ ഒരു 10 വയസ്സ് ഇപ്പൊ കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടാ, 50 വയസ്സിന്ന്. ഞാനല്ല കമന്റ് പറഞ്ഞു. കവളൊക്കെ ചോർന്ന് കൊടുത്തിരിക്കണേ. 40 പറയുള്ളൂ, 40. 40 പറയുന്നത്. എടാ വില്ലുമോ ഫേസ് റിവീൽ ചെയ്തിട്ടില്ലല്ലേ? കല്യാണത്തിന് കല്യാണത്തിന് വന്നായിരുന്നു. അതല്ല, ഇത് ഫേസ് ക്യാം ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ അവൻ. ടിവിയുടെ തീമിൽ നമ്മള് ആദ്യത്തെ ടാസ്കിലോട്ട് കിടക്കാണ്. എന്ത് ടാസ്ക്? ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കളിക്കേണ്ടി വരും, ചിലപ്പോ ഡാൻസ് കളിക്കേണ്ടി വരും, പാട്ട് ഡാൻസ് കളിക്കേണ്ടി വരും, പാട്ട് പാടേണ്ടി വരും, അങ്ങനെ കുറെ ടാസ്കുകളുണ്ട്. ഫസ്റ്റ് ടാസ്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ടി വി എന്ന് പറയുമ്പോ ലീഡർ ഞാനാണല്ലോ, അപ്പൊ പറയണത് അനുസരിച്ചേ പറ്റുള്ളൂ. അത് എതിർത്ത് പറയാൻ പാടില്ല. ആദ്യമായിട്ട് അമ്മുക്കുട്ടിയുടെ ശബ്ദത്തിൽ ഐ ലവ് യു വാസുണ്ടെന്ന് കേൾക്കണമായിരിക്കും. ഇത് കുറച്ച് പേഴ്സണലാണ്. അമ്മുക്കുട്ടിയുടെ ശബ്ദം ഐ ലവ് യു വാസുണ്ടെന്ന് എനിക്കത് കേൾക്കണം. പ്രതികാരം അത് വീട്ടിലുള്ള പുള്ളി ഇറങ്ങുമെന്ന് പറയുന്നത്. വരട്ടെ, ഉള്ളിൽ നിന്ന് വരട്ടെ. എല്ലാരും സൈഡിലായിട്ട് കണ്ണടച്ചിരുന്നു. കണ്ണടച്ചിട്ട് എന്നെ മതി. അല്ല ക്യാമറ വേണോ അതിന്? ക്യാമറ എനിക്കൊന്ന് കിടന്നു ഞാൻ കണ്ടോട്ടെ. ഹലോ വാസന, ഐ ലവ് യു. 3 വർഷത്തെ കാത്തിരിപ്പ്. കാത്തിരിപ്പ്. ഒരു ജന്മം നിന്നെ
ചാറ്റ് മൊത്തം പവർ ഗെയിമിങ്. ഇജാതിയൊക്കെ. ആ അപ്പൊ എടാ ബാക്കി ബാബു ടാസ്ക് പറ. അമ്മക്കുട്ടി ഒരു മുട്ട എടുത്തിട്ട് വന്നേ ഫ്രിഡ്ജിൽ നിന്ന്. എന്തിന് പുഴുങ്ങാൻ മുട്ട എടുത്തിട്ട് വാ. അഞ്ച് മുട്ട തിന്നാൻ. ഇത് പുഴുങ്ങിയ മുട്ടയല്ലേ ഇത്? ഇത് പുഴുങ്ങിയതല്ലേ, പുഴുങ്ങാത്തത്. എന്തിനാടാ തലയിൽ അടിച്ചു വിട്ട് ഇവിടെ എല്ലാം വീഴൂടാ. ഇല്ലാതായിരിക്കും. ഒരു പാത്രമല്ല എന്തേലും ഇതെന്തോ താഴെ വീഴ്ചിരുന്നത്, ഒരു തുണി എന്തെങ്കിലും താഴെ വീഴ്ചിട്ടെ ഈ കൈ ഇടയിൽ വെച്ച് ഇങ്ങനെ അമുക്കി പൊട്ടിക്കണം. മനസ്സിലായി? കയ്യിൽ ഇങ്ങനെ വെച്ചിങ്ങനെ. അത് എല്ലാവർക്കും പൊട്ടൂല, എല്ലാവർക്കും ഒന്നും പൊട്ടൂല. അത് എങ്ങനെ വെക്കണം ഞാൻ പറയാം. അതായത് മുട്ട ഇങ്ങനെ നീളം കൂടിയ ഭാഗം ഇങ്ങനെ ഇങ്ങനെ വെക്കണം, എന്നിട്ട് പൊട്ടിക്കണം. പിന്നെ എളുപ്പമുണ്ടോ? അപ്പൊ കുറച്ചുകൂടി ശവ ക്യാമറ കെവിനെ നോക്കിയേ. പൗഡർ ഒക്കെ ഇട്ടിരിക്കുന്നു. തമിഴ്നാട് ശവ ക്യാമറ ഈ ടീഷർട്ട് മാത്രമേ ഉള്ളൂ. എന്ന് പോയാലും ഈ ടീഷർട്ട് ക്യാമറ നിനക്ക്. അതിവിടൊക്കെ എഗ് ഇവിടൊക്കെ ആവൂടാ ബാബു. ഒരു കാര്യം ചെയ്യാം, താഴെ വിടാത്ത ഒരു ഐഡിയ ഉണ്ട്. പച്ച മുട്ട കടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? അപ്പോ വാവച്ച് താഴെ വിടാതെ. ഞാൻ പിന്നെ എന്താ പറയാ, താഴെ വിടാതിരുന്നാ പോരെ. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ മസിൽമാൻ ആയോണ്ട് ഇല്ല. ലൈവായിട്ട് ഒരു ബൈക്ക് വലിച്ചു കയറാൻ പറ്റുമോ? ജിക്സർ മേലോട്ട് അറിയാം, അല്ലെങ്കിൽ 2 ടയർ വെച്ച് ഹെലി അടിച്ചു പൊട്ടിക്കുക, വല്ലതും പറ്റുമോ? റൂമിലൊക്കെ സ്മെല് ആവൂടാ. ഭയങ്കര ഷോ. വേറെ ടാസ്ക് കൂടെ, വേറെ ടാസ്ക് കൂടെ. പുഴുങ്ങിയ മുട്ട എടുത്ത് 2 ഒരുമിച്ച് തിന്ന്. ഇല്ല വേറെ ടാസ്ക് പറ. സർക്കേ ടാസ്ക് മാക്ക് മുക്കി തുറം. സിക്സ് പാക്ക് നമുക്ക് എക്സ്പോസ് ചെയ്യണം. വില്ലാത്തി സിക്സ് പാക്ക് ഉണ്ട്. കുറേ ദിവസം പറയുന്നു ലൈവില്. അത് 6 പാക്ക് ആവുന്നു എന്നാണ് പറഞ്ഞേ, ആയെന്നല്ല. സാമ്പിളായിട്ട് ബൈസിപ്സ്. ടിവിയിലുള്ള എല്ലാരും ഒരു മാതൃകയാക്കണം വില്ലംബ്രോനെ കണ്ട്. പാർട്ടിക്ക് ജയ് വിളിക്കായിരിക്കും നമുക്ക്. കോംപ്ലാന്റ് വരത്തെ പിള്ളേരിക്കുമല്ലേ. കൈ കോച്ചി പിടിച്ചു നിന്നില്ല. കുറച്ചൊരു വേനെടുത്ത്. സിക്സ് പാക്ക്. കാണിക്കണം വില്ലത്തി. സിക്സ് പാക്ക്. മ്യൂസിക് വിത്ത് ബോഡി മസിലായാലേ. അതെ പാട്ടിട്ട് മ്യൂസിക് വിത്ത് ബോഡി മസിൽ. എടാ അവള് വന്ന് മറ്റേ ഒലക്കൊണ്ട് വല്ല അടിച്ചോളെ തന്നെ. 6 പാക്ക് എടാ മനസ്സിലാവത്ത് എനിക്ക്. ലൈറ്റില് ഞാൻ ഓഫ് ആക്കിട്ട് നോക്കിട്ട് കളിച്ചാൽ മതി. സീൻ ലൈറ്റ് ആവില്ല ബ്രോ. സീൻ ലൈറ്റ് ആണ്. നോക്കട്ടെ ഞാൻ. നീ ഓഫാക്കി നോക്കിയിട്ട് വേറെ അല്ല ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് നോക്കട്ടെ. എണീറ്റ് എന്നാ ഏതുവരെ കാണുന്നല്ലേ. അതാണ് നോക്കണം, അത് നോക്കണം ആദ്യം. പിന്നെ നോക്കിട്ട് ഒറ്റ പാക്കേ കാണുന്നുള്ളത്. എന്നെ നിക്കർ കൈയൊക്കെ ഇട്ട് അപ്പോഴേ ചെവി. ഞാൻ ഉടനെ തീരും. ജെന്നിൽ തുറന്നിട്ടിട്ട് പോയി. ഇത് അടക്കണേ മാലു, ഇത് അടക്കണേ ജെന്നിൽ പ്ലീസ്. നീ സിക്സ് പാക്ക് കാണിക്കാൻ സമയത്ത് എന്റെ പൊന്നു വില്ലംബ്രോ, എന്റെ കണ്ണൻ ചേട്ടാ, എന്റെ വയറല്ലേ, എന്റെ വയറ് കണ്ടാ പറയും ഇവിടെ പെറാൻ പോണത് ഞാനാണെന്ന്. മനസ്സിലായ? നീ എന്റെ ബെറ്റ് വെച്ചിട്ട് കഴിഞ്ഞ ജൂണിൽ ചട്ടി ഇട്ടിരുന്ന സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. അത്രയ്ക്ക് മേലോട്ട് പോണ്ടാട്ടാ. അത് ചെസ്റ്റ് ആണ് കേട്ടാ. ചെസ്റ്റ് ആണോ? ശരക്കണ്ണ ഓർമ്മ ഉണ്ടോ? നമ്മള് ലാസ്റ്റ് എറണാകുളത്ത് വെച്ച് കണ്ടപ്പോ എന്തുവായിരുന്നു? ഒരു 4 മാസോടെ അപ്പഴത്തേ സെറ്റ് ആവും.